ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ വാഗമണ് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലാട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. കാരണം വീട്ടിൽ നിന്ന് നമ്മൾ എന്നെ ഒരു വീഡിയോ എടുക്കാവുന്ന സെറ്റപ്പിലല്ല വന്നത്. കാരണം ഉച്ച കഴിഞ്ഞാട്ടോ വന്നത്. സമയമൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും ഇരുണ്ട് മൂടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അമ്മ ആദ്യമായിട്ടാണ് വാഗമണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്നെ നമ്മൾ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. ഈ വീഡിയോ എത്രത്തോളം എടുക്കാൻ പറ്റുന്ന തോന്നുന്നില്ല. കാരണം മഴക്കാരൊക്കെ കയറി. അപ്പോൾ എങ്ങനെയുണ്ടാവും വാഗമണ്? സൂപ്പറാണ്. ആദ്യമായിട്ടാണ് തേയിലയൊക്കെ കാണുന്ന കേട്ടോ അമ്മ. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിട്ടോ. ഇപ്പതേ ഇരുണ്ട് മൂടിയിട്ടുണ്ട്. സമയം ഉച്ച കഴിഞ്ഞ് ഇപ്പോൾ സമയം എത്രയായി? 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാ ഇരുണ്ട് മൂടിയിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ വീഡിയോ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം എന്തായാലും നമ്മൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കിടെ ഇങ്ങനെ നടക്കും കേട്ടോ. ഗൈസ്, അപ്പോൾ കോടയൊക്കെ ഇറങ്ങി തുടങ്ങിട്ടോ. നല്ല കോടയൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ അമ്മ ആദ്യമായിട്ടായിട്ടോ കോടയൊക്കെ കാണുന്നല്ലേ. കോടയൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ തേയിലത്തോട്ടത്തിക്കണ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടക്കും. അപ്പോൾ തേയില നുള്ളിക്കോ, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ചായ ഉണ്ടാക്കാം. ഇത് നേരെ വെള്ളത്തിലേക്ക് ഇരിക്കോ. ഇത് ഈ സാധനം കൊണ്ടുപോയി ചായയിൽ ഇട്ടിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കുന്നത്. ഇത് അരിഞ്ഞുണങ്ങൊന്നും വേണ്ട, ഇത് നേരിട്ടിട്ട് കുടിക്കാം. തേയില നേരിട്ട് കിട്ടുന്നവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടോ. ഒരു കുഴപ്പമില്ല. അങ്ങനെ വഴക്ക് പറയാൻ അതന്നെ വല്ലോ. ഇത് പഞ്ചായത്തിന്റെ അല്ല, സർക്കാരിന്റെ. പഞ്ചായത്തിന്റെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അമ്മ പറിച്ചോന്നേ. ഉള്ളിയിട്ട് നമുക്ക് എവിടെന്നെങ്കിലും വെള്ളം കിട്ടുവാണെങ്കിൽ അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കണം കേട്ടോ. ജസ്റ്റ് വെള്ളത്തിലിട്ട് ചൂടാക്കി മതി. അങ്ങനെ നല്ലത് നോക്കി പിഴുതെടുക്കുക. അല്ലാണ്ട് ചള്ളു നോക്കി പിഴുതെടുത്തിട്ട് തന്നെ മതി. ഒത്തിരി പറിക്കല്ലേ, ഇവിടുന്ന് വീട്ടിൽ പോകാനുള്ള. ആദ്യമായിട്ട് തേയില കണ്ടു പറഞ്ഞ് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചു കഴിഞ്ഞാല് നല്ലതാ. നല്ല ജോലി ചെയ്യുന്നവർക്ക് അതിന്റെ പാടറിയത്തുള്ളൂ. പക്ഷെ എന്റെ ആ മറ്റേ പറിച്ചോണ്ട് നടന്നാ മതി. താഴെയൊക്കെ അത്യാവശ്യം നല്ല വ്യൂ ആണ് ഗൈസ്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല വ്യൂ ആണ്. നമുക്ക് ആ മലയുടെ മുകളിൽ കയറി ആ വ്യൂ ഒന്ന് അടുത്ത് കാണാൻ പറ്റും നോക്കാം കേട്ടോ. ഇതിലിറങ്ങി പോയാലമ്മേ. അത് എന്തിനാ, ആരാ അമ്മയോട് പറിക്കാൻ പറഞ്ഞ? ഇതിലെങ്കിലും ചാടിക്കോ. ചാടിയോ? എന്ത് രസമല്ലേ. ഗൈസ്, അപ്പോൾ വന്ന വഴി ഒരു അരുവി ഉണ്ട് കേട്ടോ. എന്നാ രസം നോക്കി. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ഇത് കണ്ടോ, അല്ല അകത്ത് പായലൊക്കെ കിടക്കുന്ന കാണണം. ഈ അക്വേറിയൊക്കെ സെറ്റ് ചെയ്തേക്കണ പോലെ അതുപോലത്തെ ഒരു വെള്ളം കേട്ടോ. ഇത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് മീനൊക്കെ ഉണ്ട്. നല്ല അടിപൊളി അരുവി കേട്ടോ. എൻ്റെ ഉള്ളിലേക്കിടെ ഇങ്ങനെ ഒഴുകി വന്നെ. ഇറങ്ങിയോ ആവശ്യ ഈ സൈഡിലേക്കാണ്. അപ്പൊ നമുക്ക് ഈ അരുവിക്കട ഇങ്ങനെ കുറച്ച് നടന്നു പോയാലോ. നല്ല തണുത്ത വെള്ളമായിരിക്കും കേട്ടോ. കണ്ടിട്ടല്ലേ നല്ല തണുപ്പ് കാണും. അവിടെ വലിയ മീനുകളൊക്കെ വേറെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിൽ പോണു മീനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വരയൊക്കെ ഉള്ള അക്വേറിയത്തിൽ കിടക്കണെ കൂട്ട് തന്നെ മീനുണ്ട്. ഈ ഒരു പായൽ ശരിക്കും നമ്മൾ അക്വേറിയത്തിൽ ഇടുന്ന കൂട്ട് പായലട്ടോ. കണ്ടില്ലേ, ഈ പായൽ കണ്ടില്ലേ, ഇത് നമ്മൾ ശരിക്കും അക്വേറിയത്തിലേക്ക് ഇടുന്ന കൂട്ട് പായൽ ആണ്. എന്നാലും ഞാൻ സ്ഥിരം ഈ വാഗമണ് ഇതിലേ പോകാറുള്ള കേട്ടോ, ജോലിയുടെ ആവശ്യത്തിന്. അപ്പം എന്നാ ഇതൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇതിലൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ഇതിക്കടൊക്കെ ഇറങ്ങണേ കേട്ടോ. അടിപൊളിയാണ് ഗൈസ്. ഇവിടെയൊക്കെ നല്ല തെളിഞ്ഞ് ഇവിടെ കിടക്കട്ടോ. നല്ല പാറക്കല്ലുകളും ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇവിടെയൊക്കെ അടിപൊളി. നല്ല തെളിഞ്ഞ് കിടക്കണേ.
അങ്ങോട്ട് ഇറങ്ങണമേ. തണുപ്പുണ്ടോ? ഇത് മീന ഇത് കിടക്കണ മീന, ഇഷ്ടം പോലെ മീന. കൂടുതൽ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകണ്ട, താന്നു പോവും. താന്നുമില്ല, ഇത് മീൻ കിടക്കണം മാമേ. ഇത് എന്തോരം മീനാ. അപ്പൊ പിടിക്കുമേ, മീനെ പിടിച്ചേ. നല്ല രസോട്ടോ. അതേ ആ കല്ലിന്റെ ഇടയിലൊക്കെ ഇഷ്ടം പോലെ മീൻ. മുകളിലേക്ക് പയ്യെ ജസ്റ്റ് നടന്ന് കയറി വന്നാട്ടാ തോടിന്റെ സൈഡിൽ കൂടെ ഒരു വലിയ മീനെ കണ്ടു കേട്ടോ. അതിപ്പോ അതേ മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്. അതിന് ഇനി കാണാൻ പറ്റും നോക്കട്ടെ. അത്യാവശ്യം വലിയ മീനാട്ടോ. അത്യാവശ്യം എന്തോരം ഉണ്ടോ, ഈ എൻ്റെ കൈപ്പത്തിനേക്കാളും വലിയ മീനാട്ടോ. അതെന്നെ സിലോപ്പിയാന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ടോ. അത് കൂട്ടൊരു പരന്ന മീനാണ്, വലിയ മീനാട്ടോ. ഞാൻ ഇത്രയും വലിയ മീൻ ഈ ചെറിയ അരുവിയിൽ കാണുന്നു ഓർത്തില്ല കേട്ടോ. അതിന് ഇനി കാണുന്നു നോക്കാം. ശബ്ദം ഉണ്ടാക്കി പോയാൽ എന്നാ കിട്ടില്ല. അപ്പോൾ അത് ഇവിടെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വന്ന് ഇങ്ങനെ അയ്യോന്ന് ഒച്ചയിപ്പിച്ചപ്പോഴത്തേന് ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി കേട്ടോ. ഇത് ഇങ്ങോട്ട് കയറിപ്പോയി. അപ്പം ഞാൻ ഈ വഴി ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. ഒച്ച ഉണ്ടാക്കാതെ പോയി നോക്കാം, കാണുമോ നോക്കാം കേട്ടോ. അത്യാവശ്യം വലിയ മീനാണ്. കാണുവാണെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. സിലോപ്പിയാന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ മീനുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ, വെക്കെന്ന് കണ്ടപ്പോഴത്തേനും ഒച്ചയിട്ടു. അതാണ് അതിനെ കാണാൻ പറ്റാതായ. ഇവിടെ കാണാൻ ചാൻസ് ഇല്ല ഗൈസ്, കാരണം ഇവിടെ മൊത്തം പുല്ലാട്ടോ. കാണുമെന്നറിയില്ല. ഇവിടെ മൊത്തം പുല്ലാണ് കേട്ടോ. വലിയ മീനായിരുന്നു കേട്ടോ. ദൈവണു മീനെ കിട്ടി. ദൈവം അത്യാവശ്യം വലിയ മീനാട്ടോ ഗൈസ്. ദഹിക്കണോ അമ്മ ദേ നിക്കണു. ചെയ്ത് കണ്ടോ? ദഹിക്കണു ഗൈസ്. സൂം ചെയ്തോണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്നോണ്ട് അറിയില്ല കേട്ടോ. ദഹിക്കണോ ദഹിക്കണോ? ഇത് മീന ഇത് കണ്ടോ? എനിക്ക് കാണാട്ടോ. ഇത് ഇവിടെ ഉണ്ട്. എവിടെ? ഇത് ഓർണം. ഇത് തൊട്ടടുത്ത് തന്നെ ഓർണം നിൽക്കണ്ട്. അതിന് ഈ സൂം ചെയ്യുന്നോണ്ട് കാണാത്ത മീൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ നിക്കണോമേ, ദേ വെള്ളയിക്കണുണ്ടോ? ഈ വെള്ളയിക്കണുണ്ടോ? ദേ വണ്ണുണ്ടോ? അത് വലിയ മീനാത്. അത് ഇവിടെ ഇന്ന് കാണുന്നോണ്ടത്. അത് വലിയ മീനാട്ടോ. ഇത് വലിയ മീനല്ലേ? ആ അതെ, ഇവിടെ നിന്ന് കാണിക്കുമ്പോ തന്നെ അത്യാവശ്യം വലിയ മീനാത്. അത് വലിയ മീനാത്. അത്രയും വലിയ മീനെ കാണിച്ചിട്ട് ഇവർക്ക് കാണത്തില്ല. നിങ്ങക്ക് കണ്ണിന് കാഴ്ചയില്ല. അപ്പൊ ഈ ഇനി കാണിക്കാൻ പോകുന്ന വീട് ഒത്തിരി സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള വീടാട്ടോ. അപ്പോൾ വെക്കെന്ന് ഞാൻ ഏതൊക്കെ സിനിമയെന്ന് ഓർക്കണില്ല. അപ്പോൾ ഞാൻ സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ കേൾക്കാട്ടോ. ഇപ്പം ഇവിടെ ആൾക്കാരൊന്നും ഇല്ല അല്ലേ. ഈ വീടാണ്. ജസ്റ്റ് നമുക്ക് ആ വീട്ടിലേക്കൊന്ന് കയറി പോയി നോക്കാം. അടിപൊളി സ്ഥലങ്ങളാട്ടോ ഏകദേശം. എന്നാലും നമ്മൾ വണ്ടിക്കിടെ പോകുമ്പോൾ അങ്ങ് വന്ന് പോവുകയാണല്ലോ. ഇവിടെ ഇറങ്ങി ഇങ്ങനെ സ്ഥലങ്ങളൊന്നും കാണുന്നില്ലോ. കണ്ടു കഴിയുമ്പത്തേനുമാണ് ഒരു രക്ഷയില്ലാതെ. സൈഡൊക്കെ നോക്കിയപ്പോ ഒരു രക്ഷയില്ല. ഗൈസ്, അപ്പോൾ പുള്ളിക്കാനത്തുള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആട്ടോ. ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് ഇപ്പോൾ ഈ വ്യൂ പോയിന്റ് കാണുന്നത് ആദ്യമായിട്ടാട്ടോ. ഒരു രക്ഷയില്ല. താഴത്തേക്ക് ചുമ്മാ ഇങ്ങനെ വിടർന്ന് കിടക്കട്ടോ. എങ്ങനെയുണ്ടാവേ? സൂപ്പർ, അടിപൊളി ഗൈസ്. ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോട്ടോ.
ഇതിൻ്റെ അപ്പുറമായിരുന്നു കേട്ടോ ആ വ്യൂ പോയിന്റ്. ഇത് കുറച്ച് ഉള്ളിലേക്ക് കയറി നടന്ന് കയറി വന്നാലോ കേട്ടോ അത് കാണാൻ പറ്റുള്ളൂ. റോട്ടിൽ ഇരുന്ന് നമുക്ക് കാണാം, പക്ഷേ അവിടെ നിന്നുള്ളൊരു അകലെയായിട്ടാണ് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ അടുത്ത് ഒന്ന് കാണാം കേട്ടോ. ഈ തേയില, ഇവിടെയുള്ള തേയില നല്ല കട്ടിയുള്ള തേയില കേട്ടോ. മറ്റേ അവിടെ പോലെ അല്ലാതെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കിടന്നാൽ വരെ ഇതിനൊന്നും പറ്റില്ല. ഇതിൻ്റെ മുകളിൽ നമുക്ക് കിടക്കാം കേട്ടോ. പക്ഷെ അവിടെയുള്ള തേയിലയ്ക്ക് ഇത്ര കട്ടിയില്ല കഴിച്ചു കണ്ടോ. ഈ മുകളിലേക്ക് നമുക്ക് കിടന്നാൽ പോലും താന്നു പോരാ. അയ്യോ, പക്ഷെ അവിടെയുള്ള തേയിലയ്ക്ക് ഇത്രയും കട്ടിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് പുറത്തേക്ക് പോവാം. കുറേ ഉള്ളിലേക്ക് നമ്മൾ നടന്ന് കയറി വന്നിട്ടുണ്ട്. അതേ അവിടെ പോയി കേട്ടോ. കാരണം നടന്ന് കണ്ട് കണ്ട് മടുത്തു അല്ലേ മേ. അപ്പോൾ നമ്മൾ വാഗമണ്ണിൽ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ. കാരണം നമ്മൾ ഉച്ച കഴിഞ്ഞാട്ടോ പോയത്, അതുകൊണ്ട് നമുക്ക് സമയമൊന്നും കിട്ടിയില്ല. ഇപ്പം സമയം 5:30 6 മണി ആയിട്ടുണ്ട്. ട്രോണ് ആ ഒരു ട്രോൺ വന്നു, ആരോ ട്രോൺ പറത്തി വിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. വേറൊരു ട്രോൺ, 2 ട്രോൺ ഉണ്ടോ. ട്രോൺ നമ്മുടെ വീഡിയോ എടുക്കുന്നു, നമ്മൾ ട്രോണിന്റെ വീഡിയോ എടുക്കുന്നു. പോണു പറഞ്ഞു. ശരി, അതിന്റെ മോള് ഇതൊരു ട്രോണ്. ഹായ്, ആരോദേ മലയുടെ മണ്ടേന്ന് വീഡിയോ എടുക്കുന്നുണ്ടോ? നമ്മുടെ വീഡിയോ ആയിരിക്കും മിക്കവാറും. ഇനി മറ്റേ അവിടെ അങ്ങ് പോയിട്ടോ. അതേ കിലോ. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ പോകാനായിട്ട് ഇറങ്ങി വന്നിട്ട്, കാരണം അത്യാവശ്യം സമയം പോയിട്ടുണ്ട്. എല്ലാം തന്നെ ക്ലോസ് ആയി പോയിട്ടുണ്ടോ. പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അതുമല്ല നല്ല മഴയ്ക്കുള്ള കോളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കോട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ നനഞ്ഞു പോകണ്ടല്ലോ ഓർത്ത മഴയ്ക്ക് പിന്നെ നമുക്ക് ഇറങ്ങി പോകാനായിട്ടാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങി വന്നപ്പോൾ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നിർത്തിയാണ്. അതേ KSRTC ഒരെണ്ണം കയറി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാം നമുക്ക്. പോണോ ട്രോണ. ഇത് എവിടെ നിന്നാ ഈ ട്രോൺ പറത്തണേന്ന് അറിയത്തില്ല. ഇവ ആ ട്രോണാണ് KSRTCയുടെ വീഡിയോ എടുക്കണേ. KSRTCയുടെ വീഡിയോ എടുക്കണ. ഇപ്പൊ ഈ വളവ് വളഞ്ഞ് KSRTC കയറി വരും കേട്ടോ. നമ്മുടെ ട്രോൺ ഇത് എവിടെ നിന്ന് KSRTCയുടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഓർണ ദേവന്നു വ്യൂ ആട്ടോ ഇത് കാണുന്നത്. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് ഇവിടെയും. അപ്പൊ ഇത് നമ്മള് കാഞ്ഞാറ് പോണ വഴിക്കാട്ടോ ഈ വ്യൂ പോയിന്റ് തന്നെ. പുള്ളിക്കാനത്തുനിന്ന് കാഞ്ഞാറ് പോണ വഴിക്ക്. ഏതാ ആ മലയുടെ മുകളില് നമ്മൾ ഒരു ദിവസം പോകും അല്ലേ മേ? നാളെയാണ്. അപ്പം നാളെ കൈസ് ആ മലയുടെ മുകളിൽ പോണേ. ഇന്നിപ്പോ സമയമില്ല, രാവിലെ വന്നം. അതാണ് രാവിലെ വന്നായിരുന്നു ഗൈസ്. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ സമയം 3:30 ഒക്കെ കഴിഞ്ഞു, അല്ല 4 മണി കഴിഞ്ഞു. നമ്മളിനി വീട്ടിലേക്ക് പോകട്ടോ ഗൈസ്. പോയാലോ? പോകുന്ന വഴി നമുക്കൊരു ചായ കുടിക്കാം. ഇനി ചായ കുടിച്ചില്ല ഗൈസ്, ചായ കുടിക്കാൻ സമയം കിട്ടിയില്ല. നമുക്ക് താഴെ ഒരു ചായക്കട ഉണ്ട്, അവിടെ ചായ ഉണ്ടോ നോക്കാം കേട്ടോ. നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടു. കുറച്ച് അത്യാവശ്യം വ്യൂ ഒക്കെ ഉള്ള കടയാണ്.
അവക്കാടോ തോട്ടം കാണിച്ചാൽ ഗൈസ്. പിന്നെ മുള്ളമ്പഴമൊക്കെ പൂത്തിക്കോടെ ഇവിടെ, പൂത്തല്ല പഴുത്തിക്കോടെ തേക്കണോ. കാണുന്ന മൊത്തം മുള്ളമ്പഴം കേട്ടോ, ഉണ്ടല്ലേ. ഈ ചുമന്ന് കാണുന്നെല്ലാം മുള്ളമ്പഴമാണ്. ഇതിൻ്റെ മുകളിൽ കാണും നിറച്ച് മുള്ളമ്പഴമാണ് പൂത്തിക്കണ. പിന്നെ അവക്കാടോ തോട്ടം, ഇതാണ് അവക്കാടോ തോട്ടം. ആൾക്കാർ ഇതേ പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മുള്ളമ്പഴം കൊട്ടയിലേക്ക് ഇതേ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് താഴെ കൊട്ടയിരിക്കണം കണ്ടില്ലേ, കൊട്ടയിലേക്ക് മുള്ളമ്പഴം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡ് സൈഡിലൊക്കെ തേക്കുന്നുണ്ട്, തേക്കണം. പിന്നെ തേക്കണം, ഈ സൈഡിൽ തേക്കണം. ചായ ഒക്കെ കുടിച്ച് തീർത്തിട്ട് ദേ അമ്മ ഇരിക്കുക കേട്ടോ. എന്നാ പറ്റിയ ഭയങ്കര സുഖം. ഇവിടെ അവക്കാടോ ഒക്കെ വിൽക്കാൻ പറ്റുന്നുണ്ട്, വേണ്ടില്ലേ. അവക്കാടയും റംബൂട്ടാനൊക്കെ വിൽക്കാൻ പറ്റുന്നുണ്ട്. നമ്മളും 2 അവക്കാടോ മേടിച്ചിട്ടുണ്ടോ അല്ലേ മേ? പോയാലോ ഇവിടുന്ന്? ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോയ സമയം ഇച്ചിരി താമസിച്ചു പോയി. നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ സമയം 4 മണി കഴിഞ്ഞു. കാരണം ഇവിടുന്ന് ഉച്ച കഴിഞ്ഞാണ് നമ്മൾ പോയത് കേട്ടോ. ഫുള്ളൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അമ്മയ്ക്ക് തേയിലത്തോട്ടം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കിട്ടിയ സമയത്തിന് വെക്കുന്ന ഓടി ഒന്ന് തേയിലത്തോട്ടം ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അത് മൊത്തം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ മേ? അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇനി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് രാവിലെ തന്നെ പോയി ഫുള്ള് ഒന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.